ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. കർണൻ എന്ന നോവലിൻ്റെ 11ാമത്തെ അധ്യായത്തിലേക്ക്. രാവിലെ കുഞ്ഞമ്പുവാണ് കർണനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞത്. കർണ, ബാലേട്ടനും ശശാങ്കൻ സഖാവും സഞ്ചരിച്ച ജീപ്പ് തോട്ടിലേക്ക് മറിഞ്ഞു. എന്നിട്ട്? കർണൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. തോളുകൊണ്ട് മൊബൈൽ ഫോൺ കാതിലിനരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുണ്ടെടുത്തു. കൂടുതൽ വിവരമൊന്നും അറിയത്തില്ല. രണ്ടുപേരും തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. കർണൻ്റെ പുരുകങ്ങളൊന്ന് ചുളിഞ്ഞു തീർന്നു. എപ്പോഴായിരുന്നു? അർദ്ധരാത്രി കഴിഞ്ഞ്. ആ നേരത്തെ അവരെവിടെ പോയതാ? അതറിയത്തില്ല. കർണൻ അമർത്തി മൂളി. അവർക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കണം. ഓ. കർണൻ ഫോൺ വെച്ചു. അപ്പോൾ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ICUവിലായിരുന്നു ശശാങ്കനും ബാലനും. അടുത്തടുത്ത കട്ടിലുകളിൽ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. പക്ഷെ അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെ മോചിതരായിട്ടില്ല. ഏറെ കഴിഞ്ഞ് ബാലൻ മൗനം മുറിച്ചു. ശശാങ്ക. ഓ. വാസ്തവത്തിൽ എന്താണ് ഉണ്ടായത്? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സഖാവെ. മുറുക്കി പിടിച്ചോളാൻ വാസു പറഞ്ഞത് മാത്രം ഇപ്പോഴും കാതിലുണ്ട്. ബാലനും ആ രംഗം ഓർത്തു. പക്ഷേ ശശാങ്കൻ തുറന്നു. കണ്ടൽ വാസു ജീപ്പ് കലങ്കിന് നേരെ വെട്ടിത്തിരിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ശശാങ്കനിൽ ഒരു മാത്രം മൗനം. ഒരുപക്ഷെ അപ്പോഴേക്കും പരിഭ്രാന്തിക്കിടയിലുള്ള തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ജീപ്പ് തോട്ടിലേക്ക് മറിയുമ്പോൾ കണ്ടൽ വാസു എടുത്തു ചാടിയോ എന്നൊരു സംശയം. സഖാവ് ബാലൻ്റെ കണ്ണുകൾ ഭിത്തിയിൽ എവിടെയോ തറഞ്ഞു നിന്നു. ആകെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പന്തികേട് പോലെ ഉണ്ടല്ലോ, അല്ല ശശാങ്ക? ശിവൻ സഖാവ് എന്തിനാ വാസുവിനെ നമ്മളോടൊപ്പം അയച്ചത്? ശശാങ്കന് മറുപടി പറയാനായില്ല. അപ്പോൾ കണ്ടൽ വാസു ധർമ്മടൻ ശിവന്റെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് സംശയമൊന്നും കാണില്ലെന്ന് നിനക്കുറപ്പാണോ വാസു? തോക്കിൻകുഴിലൂടെ എന്നവണ്ണം അയാൾ വാസുവിനെ നോക്കി. അതിനുള്ള സാധ്യത തീരെയില്ല സഖാവെ, വാസു പറഞ്ഞു. ജീപ്പിൻ്റെ ബ്രേക്ക് പോയതാണെന്ന് അവർ കരുതും. മാത്രമല്ല, ജീപ്പ് തോട്ടിലേക്ക് മറിയുമ്പോഴേക്കും ഞാൻ വെള്ളത്തിലേക്ക് ചാടിയത്, പൊന്തക്കാടുകൾക്കിടയിൽ ഒളിച്ചതും. പക്ഷെ എല്ലാം തെറ്റിച്ചത് ആ ലോറിക്കാരാ. പിന്നാലെ അവർ ജീപ്പ് മറിയുന്നത് കണ്ടു. ചാടിക്കയറി അവരാണ് ജീപ്പിനുള്ളിൽ നിന്ന് രണ്ടുപേരെയും വലിച്ച് കരയിലേക്ക് കയറ്റിയത്. അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റുമോ? ഞാനും കൂടി ചേർന്ന് അവരെ ലോറിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് മുങ്ങി. ജീപ്പിൻ്റെ ബ്രേക്ക് പോയെന്ന് ലോറിക്കാരോട് പറയുകയും ചെയ്തു. ധർമ്മടൻ ശിവൻ എഴുന്നേറ്റു. കൈകൾ പിന്നിൽ കെട്ടി മുറിയിലൂടെ 2-3 ചാല് നടന്നു. എല്ലാ അഴിമതിക്ക് പിന്നിലും താൻ കൂടിയുണ്ടെന്ന് സ്വന്തം തടി നോക്കേണ്ടി വരുമ്പോൾ ബാലനും ശശാങ്കനും പറയും. അക്കാര്യത്തിൽ തർക്കമില്ലെന്ന്. ആ ആക്സിഡൻറ്റിൽ അവർ മരിച്ചിരുന്നെങ്കിൽ ആർക്കും യാതൊരു സംശയം തോന്നുന്നില്ലായിരുന്നു. ധർമ്മടൻ ശിവൻ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചുകൊണ്ട് നടത്തം നിർത്തി. പിന്നെ തോളിന് മുകളിലൂടെ തലചിരിച്ച് കണ്ടൽവാസുവിനെ നോക്കി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം. പിന്നെ നാളെയാണ് കർണൻ്റെ വിവാഹം. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരമുവിനെ അയക്കണം. ശരി സഖാവെ. കണ്ടൽവാസു അവിടെ നിന്ന് ഇറങ്ങി. ധർമ്മടൻ ശിവൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ 11 മണി കഴിഞ്ഞു. ബാലനെയും ശശാങ്കനെയും റൂമിലേക്ക് മാറ്റിയിരുന്നു. ബാലൻ്റെ ഭാര്യ അജിതയും പിണങ്ങി വീട്ടിൽ പോയിരുന്ന ശശാങ്കൻ്റെ ഭാര്യ വാസന്തിയും വിവരമറിഞ്ഞെത്തിയിരുന്നു. ധർമ്മടൻ ശിവനെ കണ്ട് 2 സ്ത്രീകളും എഴുന്നേറ്റൊരു ഭാഗത്തേക്ക് മാറി നിന്നു. ശിവനൊരു സ്റ്റൂൾ നീക്കിയിട്ട് 2 കിടക്കുകൾക്ക് മധ്യേയിരുന്നു. എന്താ ബാല സംഭവിച്ചത്? കണ്ടൽ വാസു എന്തിയെ? ഒന്നും അറിയാത്തതുപോലെയായിരുന്നു അയാളുടെ ചോദ്യം. അപ്പോൾ വാസു മടങ്ങി വന്നില്ലേ? ശശാങ്കൻ അമ്പരപ്പോടെ തിരക്കി. ഇല്ല. ബാലൻ ഉണ്ടായ കാര്യം വിവരിച്ചു. പിന്നെ തുറന്നു. ഇനി വാസു ആ ജീപ്പിനടിയിലെങ്ങാനും? ജീപ്പ് മറിഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. കണ്ണു തുറന്നത് ഇവിടെ ICUവിൽ വെച്ചാ. അപ്പോൾ വാസു? ധർമ്മടൻ ശിവൻ അമ്പരപ്പൂവ വെച്ച് എഴുന്നേറ്റു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, വൈകിട്ട് കാണാം. അവരോട് യാത്ര പറഞ്ഞ് അയാൾ സന്തോഷം ഉള്ളിലൊതുക്കി അവിടെ നിന്നിറങ്ങി. സമയം 11:30. പാനൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മീറ്റിങ്ങുകൾ തുടങ്ങി. നാളെ പെങ്ങളുടെ വിവാഹ നിലയ്ക്ക് ഇന്ന് തന്നെ ഇത് വേണമായിരുന്നോ കർണ? മെമ്പർമാരിൽ ഒരാൾ തിരക്കി. ഈ തീയതി നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് ഇത് മാറ്റിവെക്കണ്ട. കർണൻ ചിരിച്ചു. കാര്യങ്ങൾ ഇത്തിരി വേഗത്തിൽ തീർക്കണമെന്ന് മാത്രം. അവർ ഫയലുകൾ ഒന്നൊന്നായിട്ട് തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരുന്നു. തിരിച്ചടയ്ക്കാനുള്ള ലോണുകൾക്ക് ഉടനെ നോട്ടീസ് അയക്കണം. ഇനി നീട്ടിവെച്ചാൽ ശരിയാവത്തില്ല. കർണം പറഞ്ഞതിനോട് മറ്റുള്ളവർ അനുകൂലിച്ചു. പുതിയ ലോണുകളുടെ ഫയലായിരുന്നു എടുത്തത്. റഷീദിൻ്റെ കച്ചവട വായ്പയും ബോർഡ് അംഗീകാരം നൽകി. ഏറ്റവും അവസാനമാണ് കർണൻ കൂറ്റേരി മുരുകൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നത്. അവൻ്റെ പേര് കേട്ടതും ബാലം പക്ഷക്കാർ എതിർത്തു. ഇതൊട്ടും ശരിയാകത്തില്ല. പ്രസിഡന്റ് നമ്മുടെ നിത്യശത്രുവിന് ഈ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഒരാൾ പെട്ടെന്ന് പറഞ്ഞു. വേറെയും ചിലർ അവരെ അനുകൂലിച്ചു. ഓനെയൊന്നും സഹായിക്കേണ്ട കാര്യം നമുക്കില്ല. അതെ, അത് മതി.
കർണപക്ഷക്കാർക്കുള്ളിലും അത്ര തൃപ്തിയില്ലെങ്കിലും മിണ്ടിയില്ല. അവരിലൊരാൾ സംസാരിച്ചു. ഒന്നും മനസ്സിൽ കാണാതെ കർണൻ സഖാവ് ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. കർണ ഒന്ന് വിശദീകരിക്കാമോ? അയാൾ കർണൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ നിവർന്നിരുന്നു. ഞാൻ മനസ്സിൽ കാണുന്നത് വെറും മാനുഷിക പരിഗണന മാത്രം. അതിൻ്റെ കാര്യമില്ല, ബാലൻ പക്ഷക്കാരി പെട്ടെന്ന് പറഞ്ഞു. കർണൻ അയാളെ രൂക്ഷമായി നോക്കി. അതോടെ അയാളുടെ തല കുനിഞ്ഞു. കർണൻ തുറന്നു. അടിസ്ഥാനപരമായിട്ട് നമ്മൾ പാർട്ടിക്കാർ തന്നെയാണ്. എങ്കിലും ഈ ബാങ്കിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് ഇതിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാവരുമാണ്. കഴിഞ്ഞ കമ്മിറ്റിയിൽ എത്രയോ കേസസുകാർക്ക് ലോൺ കൊടുത്തിരിക്കുന്നു. അതുപോട്ടെ, കേസസുകാരെ പോലെ നമ്മളും വാശി പിടിച്ചിരുന്നാൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ചെയ്തു പോയ പാവത്തിൻ്റെ ഫലങ്ങൾ ഒന്നൊന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂറ്റേരി മുരുകൻ. ഈ ലോണ് നമ്മളവന് കൊടുക്കുന്നത് ഭിക്ഷയ്ക്ക് തുല്യമാണ്. തിരിച്ചു തരുന്ന ഭിക്ഷ. ഓൻ പണം അടച്ചില്ലെങ്കിൽ നമുക്കവൻ്റെ വീടും വസ്തുവും ജപ്തി ചെയ്യാൻ അധികാരമുണ്ട്. മാത്രമല്ല, മുരുകനും തമ്പിസാറും തമ്മിൽ തെറ്റിയിരിക്കുന്ന നേരത്ത് നമ്മൾ സഹായിച്ച അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്. കർണൻ പറഞ്ഞു നിർത്തി. അല്പനേരത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. ഭൂരിപക്ഷം മെമ്പർമാരും കർണൻ്റെ പക്ഷത്തായതിനാൽ ബാലൻ ഭിക്ഷമിനെ എതിർത്തതുമില്ല. നേരം സന്ധ്യയായി. കർണൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കൊച്ചു പന്തലുയർന്നു. അവൻ്റെ സുഹൃത്തുക്കളായ ചെറുപ്പക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് ശക്തിധരനും കുടുംബവും അവിടെ വന്നു, വിവാഹവസ്ത്രങ്ങൾ എത്തിക്കാൻ. പെട്ടെന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ പാചകക്കാരെ സഹായിക്കാനെത്തി. തമാശകളും പൊട്ടിച്ചിരികളും. വൈകിട്ട് സുഹൃത്തുക്കൾക്ക് കർണൻ ചിക്കൻ ബിരിയാണിയാണ് നൽകുന്നത്. അതിൻ്റെ ജോലികൾ തുടങ്ങുന്നു. സുരേഷ് കർണൻ്റെ അടുത്തെത്തി. ഇങ്ങനെയൊക്കെ മതിയോ സഖാവേ? പിന്നെന്താ? ഒന്നും അറിയാത്തതുപോലെ അവൻ തിരക്കി. പിള്ളേര് പറയുന്നു നാവു വരണ്ടെന്ന്. കർണന് കാര്യം മനസ്സിലായി. അല്പം കൂടി ഒന്ന് ക്ഷമിക്കാൻ പറയടാ. ബിരിയാണിയൊക്കെ ഒന്ന് ആയിക്കോട്ടെ, കഴിക്കുന്നതിന് മുമ്പ് ശരിയാക്കാം. കുപ്പിയൊക്കെ എൻ്റെ കട്ടിലിനടിയിലുണ്ട്. പിന്നെ ഇരുട്ടത്ത് മാറി ഒന്ന് കഴിക്കാവൂ. നിന്റെ അച്ഛനും നമ്പ്യാരേട്ടനൊക്കെ ഉണ്ട്, സൂക്ഷിച്ചോ. അവൻ സന്തോഷത്തോടെ തലയാട്ടി. ബിരിയാണി പാകമാകുന്നതിൻ്റെ സുഖകരമായ ഗന്ധം അവിടെ പരന്നുകൊണ്ടിരുന്നു. കർണ, ആ വരുന്നത് ആരാണെന്നൊക്കെ നോക്കി. കുഞ്ഞമ്പൂ കൈചൂണ്ടി അവിടേക്ക് നോക്കി. റഷീദ് വടികുത്തി കടന്നു വരികയാണ് അവൻ. കർണൻ വേഗം ചെന്ന് അവൻ്റെ കൈ പിടിച്ചു. റഷീദേ, നിന്റെ പെങ്ങൾ എൻ്റെയും പെങ്ങളല്ലാതാ, വരാതിരിക്കാൻ പറ്റിയില്ല. റഷീദ് ചിരിച്ചു. കർണൻ അവനെ ചെറുപ്പക്കാർക്കരികിലെ കസേരയിൽ പിടിച്ചിരുത്തി. ആരേലും 3-4 പേരിങ്ങോട്ട് വാ, ബിരിയാണി ചെമ്പിറക്കണം. അബ്ദുള്ള വിളിച്ചു പറഞ്ഞു. കുഞ്ഞമ്പും സുരേഷും കൂടി അങ്ങോട്ട് നീങ്ങി. അവന് ബിരിയാണി ചെമ്പിറക്കി വെച്ചു. പെട്ടെന്ന് കറണ്ട് പോയി. വീടും പരിസരവും പാതാളത്തിലേക്ക് പോയതുപോലെ കനത്ത ഇരുട്ട്. ഗ്യാസ് ലൈറ്റർ എടുത്തില്ലേ കർണ? ഇരുട്ടിലെ ശങ്കറിൻ്റെ ശബ്ദം. ഉണ്ട്. കർണൻ പറഞ്ഞു നിർത്തിയതും ശങ്കറിൻ്റെ വീട്ടുമുറ്റത്തൊരു സ്ഫോടനം. ഗുണ്ടുപടക്കം പൊട്ടിയതുപോലെ. സകലരും കിടുങ്ങിപ്പോയി. വാടാ പറഞ്ഞുകൊണ്ട് സുരേഷ് തൻ്റെ വീടിനടുത്തേക്ക് പാഞ്ഞു. സൂക്ഷിക്കണേ. പിന്നാലെ ഓടുന്നതിനിടയിൽ കർണൻ വിളിച്ചലറി. ചെറുപ്പക്കാർ ഇല്ലിലൂടെ അവിടേക്ക് കുതിച്ചു. അബ്ദുള്ള അവിടെ തന്നെ നിന്നു. ഇരുൾക്കട്ട പോലെ ഒരാളെ തൻ്റെ അടുത്തുകൂടി പാഞ്ഞത് അയാൾ അറിഞ്ഞു. ആരാടാ? ഉത്തരം കിട്ടില്ല. മാധവിയെ, വീടിൻ്റെ വാതിലുകൾ അടച്ചേക്കണേ, അബ്ദുള്ള പറഞ്ഞു. ഇതിനകം വീട്ടിനുള്ളിൽ വിളക്ക് തെളിഞ്ഞിരുന്നു. മാധവി വാതിലുകൾ അടച്ചു. കർണനും മറ്റും ശങ്കറിൻ്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോഴേക്കും കരണ്ട് വന്നു. അവർ മുറ്റമാകെ പരിശോധിച്ചു. ഒരു പടക്കത്തിൻ്റെ പനയോലകളും മറ്റും കണ്ടു. അവരവിടെ മുഴുവൻ തിരഞ്ഞു. ആരെയും കണ്ടില്ല. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. കുഞ്ഞമ്പു പനയോലത്തുണ്ടെടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. വെടിമരുന്നിൻ്റെ ഗന്ധം വായുവിൽ തങ്ങി നിന്നു. അവർ മടങ്ങി. അപ്പോൾ പന്നിന്നൂർ ജംഗ്ഷൻ അടുത്തു നിന്നും ഒരാൾ ആർക്കോ ഫോൺ ചെയ്തു. ഉദ്ദേശിച്ചതുപോലെ എല്ലാം ഭംഗിയായി നടന്നു. ബിരിയാണിയിൽ വിഷമിട്ടിട്ടുണ്ട്. ബേഷ്. അപ്പുറത്തുനിന്ന് മറുപടി. നീ മടങ്ങിക്കോ. ശരി. അയാൾ സെൽഫോൺ കട്ട് ചെയ്തു. വിവാഹ വീട് വീണ്ടും പഴയപടിയായി. അകത്തുനിന്നും സ്ത്രീകളുടെ സംസാരവും ചിരിയും. കർണൻ തൻ്റെ മുറിയിൽ കയറി. കുപ്പികൾ ജനാലയുടെ പുറത്തേക്ക് കൊടുത്തു. തെക്കേത്തൊടിയിലെ കശുമാവൻ ചൂട്ടിൽ ചെറുപ്പക്കാർ കൂടിയിരുന്ന് മദ്യസേവ നടത്തി. വിശക്കുന്നു. കഴിച്ചതും കുഞ്ഞമ്പു പറഞ്ഞു. എങ്കിലിനി ബിരിയാണി കഴിച്ചിട്ട് ബാക്കി കാര്യം. ചെറുപ്പക്കാർ മടങ്ങിയെത്തി. ഡെസ്കുകളും കസേരകളും നിരത്തി. വാ വന്നിരിക്കിൻ. കർണൻ എല്ലാവരെയും ക്ഷണിച്ചു. മദ്യം സേവിച്ചവർ ആദ്യമായിരുന്നു. കർണൻ കൂട്ടുകാർക്ക് മുന്നിൽ പ്ലേറ്റുകൾ നിരത്തി. അബ്ദുള്ള ബിരിയാണി വിളമ്പി. ആദ്യം റഷീദിന്. സംഗതി എങ്ങനെയുണ്ടെന്ന് ഓൻ പറയട്ടെ. രാഘവൻ നമ്പ്യാർ ഒരു പാത്രത്തിൽ ഇറച്ചിയെടുത്ത് അവൻ്റെ പാത്രത്തിലേക്ക് വിളമ്പി. റഷീദ് എല്ലാവരെയും ഒന്ന് നോക്കി. കണ്ടോടാ, VVIPകൾക്ക് ആദ്യം. സമ്മതിച്ചു.
നീ ഒന്ന് തിന്നു നോക്കിയിട്ട് വേഗം അഭിപ്രായം പറയടാ. അങ്ങേയറ്റത്തായിരുന്നു സുരേഷ് വിളിച്ചു പറഞ്ഞു. റഷീദ് ഒരു ചിക്കൻ കാലെടുത്ത് കടിക്കാൻ ഭാവിച്ചു. അടുത്ത നിമിഷം ഇടവഴിയിൽ നിന്നൊരു വിളിയച്ച. ആരും ബിരിയാണി കഴിക്കല്ലേ? ഏവരും അങ്ങോട്ട് നോക്കി. റഷീദിന്റെ കയ്യിൽ നിന്നും ചിക്കൻ കാല് വഴുതി വീണു. CI ഷാവുൽ ഹമീദ് സിവിൽ ഡ്രസ്സിലായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു പ്രസന്റേഷൻ പാക്കറ്റ്, മറ്റേ കയ്യിൽ വിലങ്ങണിഞ്ഞ ഒരാൾ. അയാളെ വലിച്ചിഴിച്ചുകൊണ്ട് ഷാവുൽ ഹമീദ് മുറ്റത്തെത്തി. ആർക്കും വിലങ്ങണിഞ്ഞ ആളിനെ പിടികിട്ടിയില്ല. എന്താ സാറേ പ്രശ്നം? കർണൻ അയാൾക്കരികിലേക്ക് ഓടിയെത്തി. ബിരിയാണിയിൽ വിഷം ചേർത്തിട്ടുണ്ട്. ഷാവുൽ ഹമീദ് പറഞ്ഞത് കേട്ടപ്പോൾ ഉച്ചിയിൽ പാമ്പ് കുത്തിയതുപോലെ കർണൻ വിറച്ചുപോയി. സാർ, അതേടാ, ഇവൻ നീരാളിപ്പരമോ, കണ്ടൽവാസുവിന്റെ ശിഷ്യനാ. CI അവനെ മുന്നോട്ട് തള്ളി. കർണൻ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. മറ്റുള്ളവർ ചുറ്റും കൂടി. അവൻ ഭയന്നു കുതറി. കർണൻ വിട്ടില്ല. ഷാവുൽ ഹമീദ് വിശദീകരിച്ചു. കറണ്ട് പോയ നേരത്തെ ഇവൻ ബിരിയാണിയിൽ വിഷം ചേർത്തു. നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റാൻ സുരേഷിന്റെ വീടിനടുത്ത് പടക്കം പൊട്ടിച്ചു. തൻ്റെ അടുത്തു കൂടെ ആരോ പോയത് അബ്ദുള്ള ഓർത്തു. നേരാണോടാ നായേ? കുഞ്ഞമ്പു തള്ളിക്കയറി വന്ന് പരമുവിൻ്റെ കാരണത്ത് ആഞ്ഞടിച്ചു. പരമു വേച്ചുപോയി. കർണൻ അവനെ നേരെ നിർത്തി. പുറത്തെ ബഹളം കെട്ട് അകത്ത് തിണ്ണയിലേക്ക് ഇറങ്ങിയ മാധവിയും മറ്റും സ്ത്രീകളും വിവരറിഞ്ഞ് സ്തംഭിച്ചു നിന്നു. സാറേ, ഇവനെ എങ്ങനെ കിട്ടി? രാഘവൻ നമ്പ്യാർ തിരക്കി. പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എനിക്ക് സംശയം തോന്നി. പിന്നാലെ ചെന്ന് പിടിച്ചപ്പോഴാണ് വിവരം പറഞ്ഞത്. സാർ, ഇവനെ കണ്ടില്ലായിരുന്നെങ്കിൽ... അതേക്കുറിച്ച് ഓർത്തപ്പോൾ ശങ്കറിന് ശ്വാസം മുട്ടി. റഷീദ് മിണ്ടാൻ പോലും കഴിയാതെ നിന്നു. മരണമുഖത്തു നിന്നും രക്ഷപ്പെട്ടവൻ്റെ മരവിപ്പ്. കർണൻ ഒന്നും മിണ്ടാതെ പരമുവിനെ നോക്കി. പിന്നെ ഇടങ്കൈ അവൻ്റെ ഷർട്ടിൽ ഒന്നുകൂടി മുറുക്കി. മേലേക്ക് ഉയർത്തിയതും പരമുവിൻ്റെ നെഞ്ചിൻ്റെ മധ്യത്തൊറ്റയടി. പരമുവിൻ്റെ വായി പിളർന്നുപോയി. പറയടാ, ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തതെന്ന്? പരമു മിണ്ടിയില്ല. കർണൻ ഒന്നുകൂടി കൊടുത്തു. എടാ പറയാൻ. വായിൽ നിന്നും ചോരയുടെ രുചി അനുഭവപ്പെട്ടിട്ടും പരമു മിണ്ടിയില്ല. ചത്താലും ഇവൻ പറയത്തില്ല കർണ. എനിക്കറിയാം. ഷാവുൽ ഹമീദ് മുന്നോട്ട് വെച്ചു. പക്ഷേ ഏത് പൊന്നുമോനും സത്യം പറയുന്നൊരു സ്ഥലമുണ്ട്, ലോക്കപ്പ് റൂം. ഇന്ന് രാത്രി അവിടെ വെച്ച് ഇവൻ സത്യം പറയും. ഇനി നിങ്ങളാരും ഇവനൊന്നും ചെയ്യരുത്. കൊല്ലണം ഇവനെ. സുരേഷ് പല്ലിറമ്മി. വേണ്ട. ഷാവുൽ ഹമീദ് കയ്യിലിരുന്ന പ്രസന്റേഷൻ പാക്കറ്റ് കുഞ്ഞമ്പൂവിനെ ഏൽപ്പിച്ചു. പരമുവിനെ കർണൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഒരു കയ്യിൽ വിലങ്ങഴിച്ചിട്ട് അതൊരു തൂണിൽ ബന്ധിച്ചു. അവിടെ നിൽക്ക് നീ. കുനിഞ്ഞ ശിരസോടെ കെട്ടിയിട്ട് ഒരു പട്ടിയെപ്പോലെ പരമു നിന്നു. എന്തിയ മണവാട്ടി? CI കർണനെ നോക്കി. രേഷ്മയെ കർണൻ വിളിച്ചു. അവൾ ഇറങ്ങി വന്നു. CI സമ്മാനപ്പൊതി അവൾക്ക് കൈമാറി. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. CI തിരിഞ്ഞു. അപ്പോൾ കർണ, രാവിലെ കാണാം. ഇവനെ കൊണ്ട് പോവുകയാണ് ഞാൻ. സാറൊന്നും കഴിക്കാതെ അതൊക്കെ നാളെ മതിയടാ. നീരാളിപ്പരമുവിനെ തൂണിൽ നിന്നഴിച്ച് വിലങ്ങിൻ്റെ ഒരറ്റം കയ്യിൽ പിടിച്ചുകൊണ്ട് ഷാവുൽ ഹമീദ് ഇടവഴിയിലൂടെ നടന്നുപോയി. കർണൻ്റെ വീട്ടിലുണ്ടായിരുന്നവർ അപ്പോഴും ആ അപ്രതീക്ഷിത ആഘാതത്തിൽ നിന്നും മോചിതരായിരുന്നില്ല. ഷാവുൽ ഹമീദ് നീരാളിപ്പരമുവിനെയും കൊണ്ട് ജീപ്പിനടുത്തെത്തി. അതിൻ്റെ പിന്നിലെ പടുത അഴിച്ചു താഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇടതുഭാഗത്തെ മുകളിലെ കമ്പിയിൽ വിലങ്ങിൻ്റെ ഒരറ്റം ഹമീദ് മുറുക്കി ചാവി കീശയിലിട്ടു. അങ്ങോട്ട് കയറി എടുക്കടാ. സാറിന് എന്നെ ലോക്കപ്പിൽ എത്തിക്കാൻ കഴിയോ? നീരാളിപ്പരമു നാവനക്കി. മിണ്ടാതെ കയറിയിരിക്കടാ. അയാൾ അവനെ ജീപ്പിലേക്ക് തള്ളി. പരമു കയറിയിരുന്നു. ഷാവുൽ ഹമീദ് സ്റ്റിയറിംഗ് വീലിന് പിന്നിലെത്തി സ്വിച്ച് കീ തിരിച്ചു. ജീപ്പ് ഒരു കുലുക്കത്തോടെ സ്റ്റാർട്ടായി. പിന്നെ ഹെഡ്ലൈറ്റുകൾ തെളിച്ച് മുന്നോട്ട്. 1 മിനിറ്റ് കാണും. സാറ് ജീപ്പൊന്ന് നിർത്തിക്കേ. പിന്നിൽ നിന്നും ഒരു പരുക്കൻ ശബ്ദം. ഷാവുൽ ഹമീദ് വെട്ടിത്തിരിയാൻ ഭാവിച്ചു. വേണ്ട സാറേ, പെടലി ഒളുക്കിപ്പോവും. അടുത്ത നിമിഷം പിന്നിൽ നിന്ന് ഒരു ലോഹക്കുഴൽ സിയുടെ ശിരസിന് പിന്നിൽ ശക്തിയായി മുട്ടി. ഷാവുൽ ഹമീദ് കാൽ ബ്രേക്കിൽ അമർത്തി. ടയറുകൾ തറയിൽ ഉറഞ്ഞത് കത്തി നിന്നു. അധ്യായം 25. ജീപ്പിൻ്റെ എഞ്ചിൻ ഓഫേ. പിന്നിലെ ഇരുളിൽ നിന്നും അടുത്ത കൽപ്പന. ഷാവുൽ ഹമീദ് തിരിഞ്ഞു നോക്കാൻ ഭാവിച്ചു. വേണ്ട സാറേ, അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു. ലോഹക്കുഴൽ ശിരസിൽ ഒന്നുകൂടി അമർന്നു. ഷാവുൽ ഹമീദ് എഞ്ചിൻ ഓഫാക്കി. അതിനിടെ റിയർ വ്യൂ മീറ്ററിലൂടെ നോക്കി. ഇരുട്ടത്ത് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെയുള്ള ഒരു നിഴൽ രൂപം അയാൾ കണ്ടു. അടുത്ത നിമിഷം തറയിൽ നിന്നും പൊട്ടിമുളിച്ചതുപോലെ 2 പേർ ഷാവുൽ ഹമീദിൻ്റെ ഇരുഭാഗത്തും തലയുയർത്തി. സാറ് പരമുവിൻ്റെ വിലങ്ങിൻ്റെ താക്കോലിങ്ങിതാ, ഒരാൾ പറഞ്ഞു. ഷാവുൽ ഹമീദ് കൈ പോക്കറ്റിൽ കിടന്നിരുന്ന റിവോൾവറിലേക്ക് നീക്കി. അപ്പോൾ പിന്നിൽ നിന്നൊരു കൽപ്പന വന്നു. അതിബുദ്ധിക്ക് മുതിർന്നാലേ നിങ്ങളുടെ തലച്ചോറ് ചിതറും, ഓർത്തോ. CI കൈ പിൻവലിച്ചു. പിന്നെ തിരക്കി. നിങ്ങളാരാ? വിശേഷം ചോദിക്കാൻ കണ്ട നേരം. പുറത്തു നിന്നിരുന്നവരിൽ ഒരുവൻ ചീറി. വകയിൽ തൻ്റെ അളിയന്മാരായിട്ട് വരും. എന്താ പോരെ? ഷാവുൽ ഹമീദ് കടപ്പലുകൾ ഞെരിച്ചു. പെട്ടെന്ന് ജീപ്പിനുള്ളിൽ നിന്നും റിവോൾവറുമായി ഇരുന്ന ഒരു മനുഷ്യൻ അത് ഉയർത്തി. ഷാവുൽ ഹമീദിൻ്റെ ശിരസിൽ ഒറ്റയടി.
അദ്ദേഹത്തിൻ്റെ മുഖം സ്റ്റിയറിംഗ് വീലിലേക്ക് ചാഞ്ഞു. CI കർണൻ്റെ വീട്ടിൽ നിന്നും പരമുവുമായി പോയി ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വെളിപാടുണ്ടായതുപോലെ കർണൻ പറഞ്ഞു. സുരേഷ് വേഗം ജീപ്പർക്ക്. ഷാവുൽ സാർ സ്റ്റേഷനിൽ എത്തുന്നവരെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. പരമു മാത്രമായിരിക്കില്ല ഇവിടെ വന്നിട്ടുള്ളത്. ആ നേരം സുരേഷ് വേഗം വീട്ടിലേക്ക് ഓടി. കുഞ്ഞമ്പു വിളിച്ചിട്ടും കർണനും തൊടിയിലെ പിന്നാലെ ചാടി. വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ കുഞ്ഞമ്പു പിന്നാലെ ചെന്നു. കർണൻ തിരിഞ്ഞെന്ന് പറഞ്ഞു, രാഘവട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോണേ, അതൊക്കെ ഞങ്ങളേറ്റു, നിങ്ങൾ പോയിട്ട് വെക്കം പോര്. രാഘവൻ നമ്പ്യാർ ചുറ്റും ശ്രദ്ധിച്ചു. ജീപ്പിൽ കർണനും മറ്റും മെയ്യാരത്ത് ശങ്കരൻ ലൈബ്രറിക്ക് അടുത്തെത്തിയതും മുന്നിലെ റോഡിൽ നടുവിൽ കിടക്കുന്ന പോലീസ് ജീപ്പ് കണ്ടു. കർണന് അപകടം മണത്തു. അത് ഷാവുൽ സമീറിൻ്റെ ജീപ്പാടാ, ശ്രദ്ധിക്കണേ. അവൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും സുരേഷ് അതിൻ്റെ മുന്നിൽ തന്നെ ജീപ്പ് ബ്രേക്കിട്ട് കഴിഞ്ഞിരിക്കുന്നു. മൂവരും ചാടിയിറങ്ങി മുന്നോട്ട് കുതിച്ചു. പോലീസ് ജീപ്പിൽ സ്റ്റിയറിംഗ് വീലിൽ തലയായ്ച്ചിരിക്കുകയാണ് ഷാവുൽ ഹമീദ്. നീരാളിപ്പരമു ജീപ്പിലില്ല. കർണന് കാര്യം മനസ്സിലായി. പരമു രക്ഷപ്പെട്ടു. അവൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. ഒരിടത്തും അനക്കമില്ല. സാറേ, ഷാവുൽ സാറേ, അയാളെ കുലുക്കി വിളിച്ചു അവൻ. ആ, അയാളൊന്ന് ഞരങ്ങി. പിന്നെ ഉറക്കമുണർന്നതുപോലെ തലയുയർത്തി ചുറ്റും പാച്ചു നോക്കി. ഞാനാ സാറേ കർണൻ. വേദന കാരണം അയാളെ ശിരസിൽ കയ്യമർത്തി. പരമു എന്തിയെ? അറിയില്ല. എന്തുണ്ടായി? കുഞ്ഞമ്പു തിരക്കി. ശിരസിലെ വേദന കടിച്ചമർത്തി ചുരുങ്ങിയ വാക്കുകളിൽ ഷാവുൽ ഹമീദ് കാര്യം പറഞ്ഞു. ഓനെ ഇനി നോക്കണ്ട, നമുക്ക് ആശുപത്രി പോയാലോ സർ? കർണൻ ജീപ്പിലേക്ക് കയറാൻ ഭാവിച്ചു. ഞാനോടിക്കാൻ ജീപ്പ്, സാറ് നിങ്ങോട്ട് നീങ്ങിയിരിക്കും. വേണ്ടടാ. CI റോഡിലിറങ്ങി ശിരസ് ഇടംവരം ചലിപ്പിച്ചു. കൈകൾ വീശിക്കുടഞ്ഞു. ഐ ആം ഓൾ റൈറ്റ്, നാളെ കാണാം. സാർ ആശുപത്രി പോയിട്ട്. എന്തിനാടാ? ഇതൊക്കെ എത്ര അനുഭവിച്ചിട്ടുള്ളവനാ ഞാൻ. അയാൾ വീണ്ടും ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് നൈറ്റ്. കൈവീശിക്കൊണ്ട് ജീപ്പ് മുന്നോട്ടെടുത്തു. പിറ്റേന്ന് രാവിലെ 11-നും 11:30 ഇടയ്ക്കായിരുന്നു ശക്തിധരൻ്റെയും രേഷ്മയുടെയും വിവാഹം. പ്രായമുള്ളവരെക്കാൾ ചെറുപ്പക്കാരായിരുന്നു പങ്കെടുത്തവരിലധികം. വധുവരന്മാർക്ക് തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു കർണനും ഹൃദയും കുഞ്ഞമ്പും മറ്റും. മിന്നുകെട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്പും കർണനും ഹൃദയം മാത്രം നിൽക്കും. കേൾക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഇനിയെന്നാ രണ്ടാളിങ്ങനെ മണ്ഡപത്തിലിരിക്കുന്നത്? തീവ്ര ലജ്ജയിലെ ഹൃദയ മുഖമൊന്ന് പൂത്തൊലഞ്ഞു. അവളെ ഇടങ്കണ്ണിട്ട് കർണനെ നോക്കി. അവനവളെ നോക്കുകയായിരുന്നു. സദ്യയും കഴിഞ്ഞ് വധുവരന്മാർ യാത്ര പറഞ്ഞു. രേഷ്മയുടെ കൺകോണുകളിൽ 2 തുള്ളികൾ തുളുമ്പി നിന്നു. ആദ്യ രാത്രി ഒരു കെട്ടുപൂവിൻ്റെ മൃദുലതയുള്ള രേഷ്മയുടെ ശരീരം തൻ്റെ കരവലയത്തിൽ ഒതുക്കിക്കൊണ്ട് ശക്തിധരൻ അവളുടെ കാതിൽ തിരക്കി. ഇങ്ങനെയൊക്കെ മതിയോ കാര്യങ്ങൾ? പിന്നെ അവളെ മൂക്കുയർത്തി. നാണത്തിൽ കുതിർന്ന ചോദ്യഭാവങ്ങളോടെ അവനെ നോക്കി. നമുക്കൊരു 10-100 കുട്ടികൾ വേണ്ടേ? 100? അമ്പരപ്പിൽ രേഷ്മയുടെ ഒച്ച ഉയർന്നുപോയി. പതുക്കെ. അവനവളുടെ വായി പൊത്തി. 2 ആഴ്ച പിന്നിട്ടു. ഒറ്റ ദിവസം തന്നെയായിരുന്നു റഷീദിൻ്റെ കൂറ്റേരി മുരുകൻ്റെയും കടകളുടെ ഉദ്ഘാടനം. റഷീദിൻ്റെ ചേതാവൂർ ഹൈസ്കൂളിന് തൊട്ടടുത്ത് ഒരു ബേക്കറിയും കൂൾബാറും ഉൾപ്പെട്ടതാണ് കടയാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് കർണൻ റഷീദിൻ്റെ കയ്യിൽ നിന്ന് മധുരം വാങ്ങി കഴിച്ചു. ഇതുകൊണ്ട് നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകും, എനിക്ക് ഉറപ്പുണ്ട് റഷീദെ. കർണൻ അവൻ്റെ തോളിൽ കൈവച്ചു. കർണൻ ഞാൻ അവനൊന്ന് വിരുമ്പി. ഏയ്, എന്താടാ ഇത്? കർണൻ ചിരിച്ചു. വൈകിട്ട് കാണാം. ഇനി മുരുകൻ്റെ കടയുടെ ഉദ്ഘാടനം നടത്തണം. കർണനും കുഞ്ഞമ്പവും ശക്തിധരനും കൂടി സുരേഷിൻ്റെ ജീപ്പിലാണ് പാനൂർക്ക് പോയത്. അവിടെ മാർക്കറ്റിനോട് ചേർന്ന് ഒരു ഫ്രഷ് ചിക്കൻ സെൻ്ററായിരുന്നു മുരുകൻ്റെ സംരംഭം. അവനെ സഹായിക്കാൻ ഒരു പയ്യനുണ്ട്. വാ, ഞങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കർണനെ കണ്ടതേ മുരുകൻ അടുത്തു വന്നു. കർണൻ കട ആകമാനം നോക്കി. നല്ല ബിസിനസ് കിട്ടുന്ന സംരംഭമാണ്. ഉദ്ഘാടനത്തിന് ശേഷം അവൻ തിരക്കി. നിന്റെ ചോരയുള്ള കൊതി ഇനിയും തീരാത്തതുകൊണ്ടാണോ മുരുക ചിക്കൻ കട തന്നെ മതിയെന്ന് വിളിച്ചത്? ആദ്യം ഒന്ന് വിളറിയെങ്കിലും മുരുകൻ പിന്നെ ചിരിച്ചു. ആരും അങ്ങനെ ചിന്തിക്കു വരണ, പക്ഷേ ഒക്കെ ഒന്ന് നിർത്തിയെന്നാണ് പറയുന്നത്. പിന്നിൽ നിന്ന് മറുപടി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അമ്മണിയമ്മ. ഓം പറഞ്ഞത് നേരാണെന്ന് അമ്മയ്ക്ക് ബോധ്യമായിക്കൊള്ളും. കർണൻ ഉറപ്പു നൽകി. എന്നാലും ഇങ്ങനെ ഒരു ജീവിതമാർഗ്ഗം ഇവനുണ്ടാക്കി കൊടുക്കാൻ കർണനാണല്ലോ സഹായിച്ചത്. ഇത്രയും കാലം ഇവനെ ഓരോന്നിനും തള്ളിവിട്ടൊരു അമ്മണിയമ്മയുടെ ശബ്ദം പതറി. മുരുകൻ്റെ കണ്ണുകൾ റോഡിൽ എവിടെയോ ഉടക്കി നിന്നു. നേരുകൾ തിരിച്ചറിയാൻ മനുഷ്യന് ഒത്തിരി കാലം വേണ്ടിയൊരു അമ്മേ. മുരുകൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചതെന്ന് കരുതുക. ഒക്കെ തിരിച്ചറിഞ്ഞ നിലയ്ക്ക് ഓനിനി അതുകൊണ്ട് നിന്നോളൂ. അമ്മണിയമ്മ കണ്ണുകൾ ഒപ്പി. കാരണം മുരുകനെയും വിളിച്ചുകൊണ്ട് കടയ്ക്കുള്ളിലേക്ക് കയറി. ഇവിടെ പലരും ചിക്കൻ വാങ്ങാൻ വന്നെന്നിരിക്കും. നിന്റെ ശത്രുക്കളും മിത്രങ്ങളും. ശത്രുവിനെ കാണുമ്പോൾ ചോര തിളക്കരുത്, അതിര് വിട്ട് സംസാരിക്കരുത്. ബിസിനസ്സാണ് നിനക്കിപ്പോൾ പ്രധാനം, മനസ്സിലായോ? മുരുകൻ തലയാട്ടി. കർണൻ തുടർന്നു. പിന്നെ നിനക്ക് ചെയ്യാവുന്ന വേറെയും നല്ല കാര്യങ്ങളുണ്ട്. സംഘടനയോടുള്ള അന്ധമായുള്ള വിശ്വാസം കൊണ്ട് ചെറുപ്പത്തിൻ്റെ ചോരത്തണപ്പിൽ
എന്തിനും കച്ചമുറുക്കിയ ചെറുപ്പക്കാർ നിന്റെ ജീവിതം തന്നെ ഉദാഹരണമാക്കി അവരെ നേരായ വഴിക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കണം. കർണൻ നിർത്തി. കാര്യങ്ങൾ അത്ര വ്യക്തമാകാത്തതുപോലെ. മുരുകൻ്റെ പുരുകങ്ങൾ ചുളിഞ്ഞു നിന്നു. കർണൻ വ്യക്തമാക്കി, ഇവിടെ SPM വേണം, KSS വേണം. പക്ഷേ സ്വയം വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടെ? ജനനന്മയ്ക്ക് വേണ്ടിയുള്ള രക്തച്ചൊരിച്ചിലും പകയുമില്ലാത്ത രാഷ്ട്രീയ സംഘടനകൾ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? കർണൻ്റെ കണ്ണുകൾ വികസിച്ചു. കർണൻ ബാക്കി പറഞ്ഞു, അങ്ങനെ ഈ പാനൂർ നമുക്ക് കേരളത്തിന് തന്നെ മാതൃകയാക്കണം. നമ്മൾ പരസ്പരം കൊല്ലാനും ചാവാനും തയ്യാറായിട്ട് നിന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്ന് ചിന്തിച്ചു നോക്കുക. നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് എന്നും പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ മുതലെടുപ്പുകൾ നടത്തുമ്പോൾ പകയും വിദ്വേഷവും മനസ്സിലേറ്റ് ജീവിതം നശിപ്പിക്കുകയാണ് നമ്മളൊക്കെ. അത് മാറ്റണം. KSSലും മുരുകനെ ആരാധിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, എനിക്കറിയാം. അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. രാഷ്ട്രീയത്തിനും സംഘടനയ്ക്കും അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണെന്ന ബോധമാണ് അവരിലുണ്ടാക്കേണ്ടത്. എൻ്റെ പക്ഷത്ത് ഞാനും ശ്രമങ്ങൾ നടത്താം. അവസാനം നമുക്ക് എല്ലാവരെയും ഒരു വേദിയിലെത്തിക്കാം. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. മുരുകൻ ഉറപ്പ് നൽകി. പിന്നെ കാണാം. കർണനും മറ്റും മടങ്ങി. ദിവസങ്ങൾ, ആഴ്ചകൾ. പാനൂരും പന്നിന്നൂരും കൊറ്റേരിയിലൊക്കെ ജനങ്ങൾ കാര്യമായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നു. കർണനും കൂറ്റേരി മുരുകനും അതിനൊക്കെ വേണ്ടതെല്ലാം ചെയ്തിരുന്നു. ഒരു രാത്രി കൂറ്റേരിക്കുന്നിൽ തമ്പിസാർ അടിയന്തരമായിട്ടൊരു കമ്മിറ്റി വിളിച്ചു ചേർക്കുകയായിരുന്നു. നേരം ഏതാണ്ട് 11 മണിയോടെ എടുക്കാറായി. നേരത്തെ തന്നെ കുന്നിൻ മുകളിലെത്തി തമ്പിസാറും കൃഷ്ണനും ASI ഗോപിദാസും അസ്വസ്ഥരായി. ഒറ്റ കഴിവേറി മോനെയും കാണുന്നില്ലല്ലോ. അടുത്തിരുന്നവരുടെ മുഖങ്ങളിലേക്ക് വാച്ചിലേക്ക് തമ്പിസാറ് മാറി മാറി നോക്കി. പറന്നൊഴുകുന്ന നിലാവിൽ പകൽ പോലെ ഓരോ മുഖവും വ്യക്തമായിരുന്നു. കൃഷ്ണന്റെ കടപ്പലുകളൊന്ന് ഞെരിച്ചു. ഇതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു തമ്പിസാറെ. ചിന്തയോടെ തമ്പിസാർ മൂളി. അപ്പോൾ ഗോപിദാസൻ പറഞ്ഞു, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതായി ഇക്കാര്യത്തിൽ. കൈകളില്ലെങ്കിലും മുരുകനെ സൂക്ഷിക്കണമെന്ന്. ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയമെടുത്തിട്ട് ഗോപിദാസ് തുടർന്നു. കടകൂടിയുള്ളതുകൊണ്ട് മുരുകനിപ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയിരിക്കുന്നു. ബുദ്ധിയും സംസാരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അവൻ ചെറുപ്പക്കാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ ചേരിയിൽ നിർത്താൻ എളുപ്പമാണ്. അല്ലെങ്കിൽ തമ്പിസാറ് നോക്കിക്കോ, നമ്മുടെ ഇടയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് ഇന്നിവിടെ ആളുകളെത്താൻ വൈകുന്നതിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കേണ്ടത്. തമ്പിസാറ് തലയിളക്കി. ആ കണ്ണുകൾ 2 തീക്കനലുകൾ പോലെ തിളങ്ങി. അമർത്തിപ്പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തേക്ക് ചാടി. ഇല്ല ഗോപി, ഒന്നും സംഭവിക്കില്ല. ഇനി ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും, നടത്തിയിരിക്കും. ഈ തമ്പി നീ നോക്കിക്കോ. അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ കുന്നിൻ്റെ അടിവാരത്തു നിന്നും ചില ചലനങ്ങൾ മുകളിലേക്ക് വരുന്നത് കാണായി. കൃഷ്ണൻ എണ്ണി നോക്കി. 3 പേരേ ഉള്ളൂ. ശബ്ദത്തിൽ നിരാശയുടെ ധ്വനി. തമ്പിസാറ് ഒരു സിഗരറ്റ് കത്തിച്ചു. നമുക്ക് ദോഷം ചെയ്യുന്ന മരമാണെങ്കിൽ എത്ര പ്രയോജനം ഉണ്ടെങ്കിലും നമ്മളത് വെട്ടി മാറ്റിയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് മുരുകനെയാണ്. മനസ്സിലായതുപോലെ കൃഷ്ണനും ഗോപിദാസും തലയാട്ടി. താഴെ നിന്ന് വന്നവർ അവർ മുകളിലെത്തി. മറ്റവരോടെ ശാന്തത കൈവിടാതെയായിരുന്നു തമ്പിസാറിൻ്റെ ചോദ്യം. അടുത്ത കാലത്ത് സംഘടനയിൽ വന്നവരായിരുന്നു 3 പേരും. അവരിലൊരാൾ സംഘടനയുടെ ഓഫീസിൽ വെച്ച് മുരുകനോട് കാര്യത്തിൽ സംസാരിച്ചാൽ ആദ്യത്തെ പതർച്ചയ്ക്ക് ശേഷം അവനാണ് മറുപടി നൽകിയത്. ഓരോ കാരണം പറഞ്ഞ് പലരും ഒഴിഞ്ഞുമാറി തമ്പിസാറെ. ഒരു നീക്കം നമുക്കെതിരെ എവിടെയോ നടക്കുന്നത് പോലെ. തമ്പിസാറ് പാറപ്പുറത്ത് നിന്നും എഴുന്നേറ്റു. സിഗരറ്റ് ചുണ്ടിൽ നിന്നെടുക്കാതെ കൈകളിൽ പിന്നിൽ കെട്ടി 2-3 ചാല് നടന്നു. നിലാവിൽ കുളിച്ചു കിടക്കുന്ന താഴ്വാരകളിലെ അയാളുടെ കണ്ണുകൾ ഒരു മാത്രം ഉടക്കി നിന്നു. ഇവിടെയും ബോംബ് പൊട്ടേണ്ട നേരമായിരിക്കുന്നു, അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്നിട്ടത് SPMകാരുടെ തലയിൽ വയ്ക്കും. അങ്ങനെ വരുമ്പോൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അംഗബലം വൈകാതെ വർദ്ധിക്കും. നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതുപോലെ അല്ലേ? ഗോപിദാസും ഉത്സാഹത്തോടെ തിരക്കി. അതെ, തമ്പിസാറ് സമ്മതിച്ചു. ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ശത്രുക്കളെ കൊന്നതുകൊണ്ട് മാത്രം സാധിക്കില്ല. സ്വന്തം ചേരിയിലും ശവങ്ങൾ വീഴണം. അത് കാലാപ്പടകൾ തന്നെ ആവുകയും വേണം. എങ്കിലേ മറ്റുള്ളവർക്ക് വീര്യം വർദ്ധിക്കും. ഗോപിദാസും കൃഷ്ണനും മറ്റും ആഹ്ലാദകരമായിരുന്നു. പുതിയതായിട്ട് സംഘടനയിലെത്തിയവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. അപ്രതീക്ഷിതമായി കേട്ട ചില സത്യങ്ങൾ അവരുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. അവരിലൊരു മരവിപ്പ് പടർന്നു. തമ്പിസാറിൻ്റെ ശബ്ദം അവരെ വീണ്ടും ഉണർത്തി. കൂറ്റേരി മുരുകൻ, ഒരു കാലത്ത് നമ്മുടെ സൈന്യാധിപൻ. ഓനിനി വേണ്ട. എന്താ കൃഷ്ണ? ഞാനത് അങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു തമ്പിസാറെ. നമ്മുടെ എതിർച്ചേരിയിലേക്ക് ചായുകയാണ്. നമ്മുടെ അംഗങ്ങളെ നമ്മളിൽ നിന്നും അയറ്റുകയും ചെയ്യുന്നത് മുരുകണ്ണനാവട്ടെ.
ഈ സംഘടനയ്ക്ക് കൂടുതൽ കരുത്തു പോരാൻ അടുത്ത് കിട്ടുന്ന രക്തസാക്ഷിയും. കൃഷ്ണനും എഴുന്നേറ്റു. എപ്പോൾ കൃത്യം നടത്തണം അതുമാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ ആയുധമായിട്ട് ആയുധം പിടിച്ചെന്നത് മുരുകനാണ്. അതേ ആയുധം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുരുദക്ഷിണ നൽകാൻ പോകുന്നു. ചിത്തഭ്രമം ബാധിച്ചതുപോലെ കൃഷ്ണൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഗോപിദാസും തമ്പിസാറും അവനെ തുറച്ചു നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് അവർക്കും തോന്നി മുന്നിൽ നിൽക്കുന്നത് കൃഷ്ണനല്ല, കൂറ്റേരി മുരുകനാണെന്ന്. ഇരയെ വെട്ടുവീഴ്ത്തതിനെക്കുറിച്ച് പറയുമ്പോൾ മുരുകൻ ഇങ്ങനെയാണ് അലറിച്ചിരിച്ചു നിന്നത്. ഇന്ന് വേണ്ട, തമ്പിസാർ പറഞ്ഞു. നാളെ രാത്രി ഓൻ കട പൂട്ടാൻ നേരം പാനൂർ മാർക്കറ്റിൽ വെച്ച് തന്നെ നടന്ന സംഭവം നടക്കണം. ഓനെ കൊല്ലുന്നത് SPM-കാർ. മനസ്സിലായല്ലോ? ആയി. കൂറ്റേരിയിൽ വെച്ച് ഓൻ വധിക്കപ്പെട്ട അത് മറ്റുള്ളവർക്ക് സംശയത്തിനിട നൽകും. അങ്ങനെ അത് തീരുമാനിക്കപ്പെട്ടു. കൂറ്റേരി മുരുകൻ്റെ അന്ത്യവിധി. ആ മൃതദേഹം കൊണ്ട് സംഘടനയ്ക്ക് എങ്ങനെയൊക്കെ പ്രയോജനമുണ്ടാക്കാമെന്ന് അവർ ചർച്ച ചെയ്തു. പിന്നെ പിരിഞ്ഞു. പിറ്റേന്ന് വൈകിട്ട് 7 മണി കൂറ്റേരി മുരുകൻ നടത്തുന്ന ചിക്കൻ സെൻറ്ററിന് മുന്നിൽ സുരേഷ് ജീപ്പ് നിർത്തി. അതിൽ നിന്നും കർണനും കുഞ്ഞമ്പും ഇറങ്ങി. വാ, കയറിയിരിക്കെ. മുരുകൻ ഉത്സാഹത്തോടെ ഇരുവരെയും ക്ഷണിച്ചു. രണ്ടുപേരും കടയിലേക്ക് കയറിയിരുന്നു. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് മുരുക? കർണൻ കടയാകെ ഒന്ന് കണ്ണോടിച്ചു. കുഴപ്പമില്ല, എൻ്റെ ആളുകളാണ് ഇവിടേക്ക് കൂടുതൽ വരാൻ മടിക്കുന്നതെന്ന് ഒരു കുറവേ ഉള്ളൂ. മുരുകൻ മുറുകൈകളും മേശയിലും ഊന്നി. അതൊക്കെ മാറിക്കോളും, കുഞ്ഞമ്പ് പറഞ്ഞു. മുരുകൻ്റെ സഹായിയെ നോക്കി. എനിക്കൊരു കോഴി എടുത്തോടാ. ആ. പൂങ്കോഴിയെ പിടയ്ക്കുമ്പോൾ കർണൻ മുരുകനോട് തിരക്കി. എങ്ങനെ പോകുന്നു നമ്മുടെ ലക്ഷ്യം? ഉദ്ദേശിച്ചതിലും വിജയം. ഉദാഹരണമായിട്ട് ഞാൻ മുന്നിലുള്ളതിനാൽ ചെറുപ്പക്കാർക്ക് കാര്യങ്ങൾ വളരെ വേഗം ബോധ്യപ്പെടുന്നുണ്ട്. അവരെ അതിനുവേണ്ട പ്രചാരണങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. തമ്പിസാറിൻ്റെ പക്ഷത്ത് അംഗബലം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുരുകൻ ആവേശത്തിലാണ്. എങ്കിൽ നീ സൂക്ഷിക്കണം. എനിക്കറിയാം, അവൻ പുഞ്ചിരിച്ചു. പയ്യൻ ചിക്കൻ പൊതി ഒരു കവറിലാക്കി കുഞ്ഞമ്പൂവിനെ ഏൽപ്പിച്ചു. കുഞ്ഞമ്പൂ പണം നൽകാനാഞ്ഞപ്പോൾ മുരുകൻ എതിർത്തു. വേണ്ട കുഞ്ഞമ്പൂ, അതല്ലടാ മുരുക, ബിസിനസ് ഈസ് എ ബിസിനസ് എന്നാ. അവിടെ മറ്റൊന്നും പാടില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് പൊളിഞ്ഞു പാളീസായിട്ടുള്ളത്. മുരുകൻ പിന്നെ എതിർത്തില്ല. പണം നൽകി കർണനും കുഞ്ഞമ്പൂവും ചെന്ന് ജീപ്പിൽ കയറി. 8:30 കടയടയ്ക്കാനുള്ള പരിപാടികൾ പയ്യൻ ആരംഭിച്ചു. പാനൂരെ കടകളൊക്കെ അടഞ്ഞു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു ജീപ്പ് അവിടെ ബ്രേക്കിട്ടു. പയ്യൻ പണിയെടുക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. മുരുകൻ തിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ കുറുകി. ഞൊടിയിടയിൽ 4 പേർ ചേരുന്ന സംഘം ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. SPM തൊഴിലാളികളുടെ യൂണിഫോം ധരിച്ചവർ. അവരുടെ കയ്യിലെ മടപാടുകൾ വെട്ടിത്തിളങ്ങി. അവർ കടയിലേക്ക് പാഞ്ഞു കയറി. എന്തു വേണം? ചോദിച്ച പയ്യനെ ഒരാൾ കൈപിടിച്ച് കറക്കി എറിഞ്ഞു. അവൻ തെറിച്ചു വീണു മുറ്റത്തേക്ക്. ഒരു വിലാപത്തോടെ മുരുകൻ ചാടി എണീറ്റു. അനങ്ങരുത്. ആദ്യം കടയ്ക്കുള്ളിലെത്തിയവൻ വാൾ ചൂണ്ടി. 4 പേരുടെ മുഖങ്ങൾ കണ്ണിന് താഴെ വെച്ച് കർച്ചീഫ് കൊണ്ട് ചുറ്റിക്കെട്ടിയിരുന്നു. 4 പേരും അകത്തെത്തിയോടെ ഒരാൾ അകത്തു നിന്നും കടയുടെ ഷട്ടർ വലിച്ചു താഴ്ത്തി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അവസാന ഭാഗവുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.